എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീണ്ടും ഒരു ലയണൽ മെസ്സി മാജിക്. മെസ്സിയുടെ വീണ്ടും മെസ്സി എന്ന ദ മജിഷ്യൻ വീണ്ടും ആളുടെ ഇടങ്കാല് കൊണ്ട് നമ്മളതിനെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതായത് ഇന്നലത്തെ രണ്ടാമത്തെ ഗോളൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, അത്രയും അതിമനോഹരം. അതായത് ഒരു ആൾ 16 വയസ്സിലെങ്ങാണ്ട് കളി തുടങ്ങി 17-ാം വയസ്സ് അതുകൊണ്ട് ഗോളടിച്ചത്. അന്നുണ്ടായിരുന്ന അതേ എനർജി, അതേ ഫ്ലെക്സിബിലിറ്റി അതാണ്. അപ്പോൾ മെസ്സി പോലത്തെ ഒരു പ്ലെയർ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലെങ്കിലും കളി നിർത്തിയാൽ മതിയായിരുന്നു. ആളിപ്പോഴും ഫിറ്റാണ്. ആൾ 100% ഇപ്പോഴും ആൾ ഫിറ്റാണ്. കാരണം ആളുടെ നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് ഇടയ്ക്ക് വെച്ച് കേട്ടായിരുന്നു. ആളത്രയും ഹാർഡ് വർക്കിംഗ് ആണ്. ആൾ കളിക്ക് വേണ്ടിയിട്ട് പലതും മാറ്റി വെച്ച് ഫുട്ബോൾ എന്ന് പറയുന്നത് ആളുടെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നതൊക്കെ. ഒരാൾക്ക് എന്തിനോടെങ്കിലും കഠിനമായിട്ടൊരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാനായിട്ട് ആളതിൻ്റെ പിന്നാലെ പോയി അത് സാധിച്ചെടുക്കുക. പിന്നെ സാധിച്ചെടുത്തു കഴിഞ്ഞാൽ ഉറക്കല്ല, അത് എടുത്തു കഴിഞ്ഞാലാണ് അതിനേക്കാളും പണി. അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം ആളിൽ നിന്ന് ആൾക്കാർ അതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിക്കുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അതതിനേക്കാളും വലിയ പണിയാണ്. അപ്പോൾ അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ചരിത്രങ്ങൾ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു മെസ്സി. പിന്നെ മെസ്സിയെക്കുറിച്ച് മറ്റേ പലരും പറയുന്ന പോലെ എതിർ ടീമിന് ജയിക്കണമെങ്കിൽ മെസ്സി എന്ന് പറയുന്ന ഒരു കളിക്കാരൻ്റെ അപ്പുറത്തുണ്ടെങ്കിൽ ആൾക്ക് ബോൾ കിട്ടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെയാണ് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ അർജൻറ്റീനയുടെ പെർഫോമൻസ് എന്തോ കൺവിൻസിങ് അല്ലാത്ത പോലെയാണ്. എനിക്കത്ര ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തില്ല ഇന്നലെ. കാരണം പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സ്കലോണിയുടെ എല്ലാ ടീമുകൾക്കെതിരെ വേറെ തരത്തിലുള്ള ഗെയിം പ്ലാനുകളുണ്ടാവുക. ഇന്നലത്തെ ഓസ്ട്രിയ പോലത്തെ ഒരു ടീമിനോട് നമുക്ക് കുറച്ച് ഒരു എന്താ പറയുക ഒരു മസിൽ ഗെയിമും കൂടിയായിരുന്നു. അപ്പോൾ പരിക്കുകളില്ലാതെ അതിൽ നിന്ന് കടന്നുകൂടുക, ഒപ്പം മാന്യമായിട്ടുള്ളൊരു സ്കോർ അടിക്കുക, അതൊക്കെ ആയിരിക്കും ഗെയിം പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇനിയുള്ള മത്സരത്തിനും അർജൻറ്റീന ഗംഭീരമായിട്ട് കളിക്കുന്നുള്ളതാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ടീമിൻ്റെ കെട്ടുറപ്പ്, ടീമിൻ്റെ ഉള്ളിലത്തെ ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഏറ്റവും ഭയങ്കരമായിട്ട് ടച്ചിങ് ആവണത്. അതായത് അവരെല്ലാവരും ഇല്ലേ മെസ്സിയെ പോലത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക ഒരു മരിച്ച് കളിക്കുക എന്നുള്ള ഫീല്. അതായത് മെസ്സിക്ക് ഗോളടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം മൊത്തം നിൽക്കുക, ഇതാണ് അപ്പുറത്തുള്ള ചില ടീമുകൾ കാണേണ്ടത്. അത് ആൾക്ക് കൊടുക്കണ വാല്യൂ ഉണ്ടല്ലോ, പിന്നെ ആൾക്കത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ കടമ. ബാക്കി മച്ചാൻ അവിടെ നിന്ന് അങ്ങോട്ട് തീർത്തോളും എന്നറിയാം. അത് നല്ല ഭംഗിയോടെ തന്നെ ആ ക്ലാസ്സോടെ തന്നെ മൂപ്പരാൾ അത് തീർക്കും എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അത് ഭയങ്കര കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്ന മുഹൂർത്തങ്ങൾ. അതുപോലെ തന്നെ മെസ്സി ഇപ്പോൾ ഗോളൊക്കെ അടിക്കുമ്പോൾ കണ്ടില്ലേ ആവേശം, അന്നത്തെ ആ ചെറിയ പയ്യൻ്റെ അതേ ആവേശമാണ് ഇപ്പോഴും മൂപ്പരാളിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ മെസ്സി ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴും മുന്നൊക്കെ നമുക്ക് തോന്നും ചില സമയങ്ങളിൽ ഫ്രണ്ട് ലൈനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഇനാക്റ്റീവൊക്കെ ആയിട്ട്, ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. മച്ചാനിപ്പോൾ ഫുൾ ആക്റ്റീവാണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തുടങ്ങി അവസാനം വരെ റേഞ്ചിൽ തന്നെയാണ്. എന്തായാലും വാമോസ് അർജൻറ്റീന, വാമോസ് മെസ്സി.